കോഴിക്കോട് സർവോദയ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നിലമ്പൂർ ഖാദി ഭവനിൽ ഓണം ഖാദി മേളയ്ക്ക് തുടക്കമായി. ആഗസ്റ്റ് 25 വരെ തുടരുന്ന മേളയുടെ ഉദ്ഘാടനം നിലമ്പൂരിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് നിർവഹിച്ചു. പുതിയ കാലത്തേക്ക് അതിന് കൂടുതൽ പ്രചാരണം കൊടുക്കേണ്ടോ എന്ന് ചോദിച്ചാൽ പ്രചരണം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരമ്പരാഗതമായി അത് ഉപയോഗിച്ച് വരുന്നവരല്ലാതെ പുതിയ തലമുറയ്ക്ക് ഇത് പകർന്നു കൊടുക്കാനുള്ള അവസരങ്ങൾ കുറവായിട്ടും അവരുപയോഗിക്കുന്നത് കുറവായിട്ടുമാണ് കണ്ടുവരുന്നത് എന്നാണ് ദൗർഭാഗ്യപരമായ കാര്യം. ഇതിന് ബോധപൂർവമായ പ്രചരണം നമ്മൾ കൊടുത്തേ മതിയാവും. എന്തായാലും ഈ ഓണത്തോടനുബന്ധിച്ച് നിലമ്പൂർ നടക്കുന്ന ഈ ഖാദി വിപണന മേള വളരെ ഭംഗിയായി നടക്കട്ടെ എന്നും കൂടുതൽ ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാവട്ടെ എന്നും പ്രചോദനമാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യ വിൽപ്പന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുന്താസ് ബാബു ഷബീർ അലിക്ക് നൽകി നിർവഹിച്ചു. ഏത് കാലാവസ്ഥയ്ക്കും നമ്മുടെ മഴക്കാലമായാലും വേനൽക്കാലമായാലും ഒക്കെ ഈ കതറിടുന്നതിൻ്റെ ഒരു സുഖം വേറെ ഒന്നും ഇട്ടാൽ കിട്ടില്ല. ഈ തലമുറയ്ക്ക് പുതിയ തലമുറയ്ക്ക് അതൊക്കെ അറിയില്ല. ഇട്ട സുഖം പിടിച്ച ആൾക്കാർ ഇന്നോട്ട് മാറില്ല. പുതിയ തലമുറ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഉദ്ഘാടന ചടങ്ങിൽ MK ബാലകൃഷ്ണൻ, ചാലിൽ ഉണ്ണികൃഷ്ണൻ, ഷാനവാസ് പട്ടിക്കാടൻ, ഖാദി ഭവൻ മാനേജർ P വിജിത എന്നിവർ പങ്കെടുത്തു. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ഖാദി ഭവനിൽ ലഭ്യമാണ്. സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഓണം വരെ എല്ലാ അവധി ദിവസങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണെന്നും പ്രത്യേകതയാണ്. കൂടാതെ ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പണും ലഭിക്കും. വിജയികളാകുന്നവർക്ക് 1ാം സമ്മാനമായി ടാറ്റ ടിയാഗോ കാർ, 2ാം സമ്മാനമായി സുസുക്കി ആക്സിസ്, 3ാം സമ്മാനമായി 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സ്വന്തമാക്കാം. കൂടാതെ ജില്ലകളിൽ ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ 3000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ സ്വന്തമാക്കാനുള്ള അവസരവും ലഭിക്കുന്നു. മെഗാ നറുക്കെടുപ്പ് സെപ്റ്റംബർ 25 നടക്കും.